ഹലോ എവ്രി വൺ, ഇറ്റ്സ് മീ ഷേവി. സോ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിരുന്നു എങ്ങനെയാണ് ഒരു ബിഗിനർ പേഴ്സണ് സ്ട്രെച്ച് ചെയ്യുന്നതെന്ന്. ഞാൻ ഇന്ന് കാണിക്കുന്നത് ഒരു അഡ്വാൻസ് പേഴ്സൺ, ഒരു ബോഡി ബിൽഡർക്കോ അതല്ലെങ്കിൽ ഒരു സ്ട്രെച്ചിങ് കൂടുതലായി ആഗ്രഹിക്കുന്ന ഒരു നോർമൽ പേഴ്സൺ, മോർ ഫ്ലെക്സിബിലിറ്റി ആഗ്രഹിക്കുന്ന ഒരാൾക്കോ അല്ലെങ്കിൽ ഒരു സ്പോർട്സ് പേഴ്സണോ അവരുടെ ഫുൾ ബോഡി സ്ട്രെച്ചിങ് മെത്തേഡാണ് ഞാൻ ജസ്റ്റ് ഇന്ന് കാണിക്കുന്നത്. നിങ്ങളുടെ ലെഗിന് കൂടുതൽ സ്ട്രെച്ചിങ് എങ്ങനെ കൊടുക്കാം എന്നുള്ളതാണ് ഇന്ന് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. സോ നമ്മൾ ഫസ്റ്റ് വൺ ചെയ്യുന്നത് മാറ്റിൽ ഫ്ലോറിൽ ഇരിക്കുക. സോ ഇവിടെ നിന്നാണ് നമ്മൾ ഫസ്റ്റ് വൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. നോർമലി സിറ്റ് ചെയ്യുക, നീ ബെൻഡ് ചെയ്യാതിരിക്കുക, കൈ ഫുൾ അപ്പ് ചെയ്യുക, ബ്രീത്ത് ഇൻ ചെയ്യുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക, മാക്സിമം ടോയിൽ ടച്ച് ചെയ്യുക. സോ റൈറ്റ് നൗ നിങ്ങളുടെ ബാക്ക് മാക്സിമം സ്ട്രെച്ച് ആവുകയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ കൂടെ തന്നെ നിങ്ങളുടെ ഹാം സ്ട്രിങ് മാക്സിമം സ്ട്രെച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളൊരു പാർട്ണറെ വെച്ചാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കിൽ നിന്നും സ്ലോലി പുഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ പുഷ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു 10 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക, ഫ്രീലി റിലാക്സ് ആവുക, റെസ്റ്റ് ചെയ്യുക. ലെറ്റ്സ് ഗോ ഫോർ സെക്കൻഡ് വൺ. സോ സെക്കൻഡ് നമ്മൾ നോക്കുന്നത് ഈ ഒരു രീതിയിലാണ് ഇതിന്റെ സ്ട്രെച്ചിങ് മെത്തേഡ് വരുന്നത്. ഏതെങ്കിലും ഒരു കാല് അകത്തേക്ക് മാക്സിമം ബെൻഡ് ചെയ്ത് വെക്കുക. സോ വൺ ലെഗ് മാക്സിമം സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക, നീ ബെൻഡ് ചെയ്യാൻ പാടില്ല. ഹാൻഡ്സ് ഫുൾ അപ്പ് ചെയ്യുക, ബ്രീത്ത് ഇൻ ചെയ്യുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക, ഫുൾ സ്ട്രെച്ച്, ടോയിൽ ടച്ച് ചെയ്യുക. സോ റൈറ്റ് നൗ അഗെയിൻ നിങ്ങളുടെ ബാക്ക് മാക്സിമം സ്ട്രെച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ സിംഗിൾ ലെഗ് ഹാംസ്ട്രിങ് ഇപ്പോൾ വീണ്ടും സ്ട്രെച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധിക്കുക, നിങ്ങളുടെ നീ ബെൻഡ് ചെയ്യാതിരിക്കുക. തേർഡ് വൺ നമ്മൾ നോക്കുന്നത് അടുത്തൊരു മെത്തേഡാണ്. ഇതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നോർമലി കാല് ഫുള്ള് സ്ട്രെച്ച് ചെയ്തിരിക്കുക, ബാക്ക് ഫുള്ള് സ്ട്രെയിറ്റ് ചെയ്യുക, രണ്ട് കാലും ഉള്ളിലേക്ക് മാക്സിമം വലിച്ചടിപ്പിക്കുക, സ്പൈൻ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക, രണ്ട് എൽബോ യൂസ് ചെയ്തിട്ട് രണ്ട് നീയിലും മാക്സിമം താഴേക്ക് പ്രസ് ചെയ്യുക. അതായത് സിംഗിൾ ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് എൽബോ ഉപയോഗിച്ച് നീയിൽ മാക്സിമം പുഷ് ചെയ്ത് കൊടുക്കുക. സോ നിങ്ങളുടെ അഡക്ടർ മസിൽസ് മാക്സിമം സ്ട്രെച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങളൊരു പാർട്ണറെ ഉപയോഗിച്ചാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ പുറകിൽ നിന്നിട്ട് വെരി സ്ലോലി ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക. സോ അഗെയിൻ നിങ്ങളുടെ അഡക്ടർ മസിൽ ഇവിടെ സ്ട്രെച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അടുത്ത് നോക്കുന്നത് കോഡ് മസിൽസിന് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ട്രെച്ചിങ് മെത്തേഡാണ്. സോ സെയിം പൊസിഷൻ, ലെഗ് ഫുള്ള് സ്ട്രെയിറ്റ് ചെയ്തിരിക്കുക. നിങ്ങളുടെ ഏതെങ്കിലും ഒരു ലെഗ് ഉള്ളിലേക്ക് ഓപ്പോസിറ്റ് രീതിയിൽ മടക്കിയെടുക്കുക. നിങ്ങൾക്ക് വീഡിയോയിൽ ഫുൾ ആയിട്ട് കാണാൻ കഴിയുന്നതാണ്. റൈറ്റ് നൗ നിങ്ങളുടെ സ്പൈൻ ഫുൾ ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക. നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് വേണം ബാക്കിലേക്ക് പോകാൻ. ഇത് ആക്ച്വലി ലിറ്റിൽ പെയിൻഫുൾ ആണ്. സോ എങ്ങനെയാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു തരാം. റൈറ്റ് നൗ നിങ്ങൾ ഏത് കാലാണോ വീണ്ടും ഫ്രണ്ടിലേക്ക് ഇരിക്കുന്നത് ആ സെയിം സൈഡിലെ എൽബോ താഴെ ഫ്ലോറിൽ വെക്കുക. ഇതേപോലെ ഫ്ലോറിൽ വെക്കുക. ദെൻ ലെഫ്റ്റ് വൺ, ദെൻ ഫുൾ ബോഡി ഡൗൺ, ഫുൾ ബോഡി ഡൗൺ. താഴെ ഹോൾഡ് ചെയ്യുക. താഴെ ഹോൾഡ് ഒരു 10 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക. മേ ബി നിങ്ങൾക്ക് ചെറിയൊരു പെയിൻ നിങ്ങളുടെ കോഡ്സിന് കിട്ടുന്നതായിരിക്കും. കോഡ്സിന് പെയിൻ കിട്ടിയാലും മാക്സിമം അവിടെ ഹോൾഡ് ചെയ്യുക. സ്ലോലി അപ്പ്, ദെൻ റിലാക്സ്. നമ്മൾ അടുത്തത് നോക്കുന്നത് ഗ്ലൂട്ട് മസിലിനും കോഡ് മസിലിനും ഹാംസ്ട്രിങ്ങിനും ഒരേ ടൈമിൽ കൊടുക്കുന്ന ഒരു ചെറിയൊരു സ്ട്രെച്ചിങ് മെത്തേഡാണ്. ഇതേപോലെ ഫുൾ ഫ്ലോറിൽ ലൈ ഡൗൺ ആയിട്ട് കിടക്കുക. ഏതെങ്കിലും ഒരു മുട്ട്, ഏതെങ്കിലും ഒരു നീ ഫുള്ളി ബെൻഡ് ചെയ്യുക. നിങ്ങൾ സിംഗിൾ ആയിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ മാക്സിമം ചെസ്റ്റിലേക്ക് വലിച്ചടിപ്പിക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ പാർട്ണറെ യൂസ് ചെയ്താണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഒരു സൈഡിൽ വരിക, ജസ്റ്റ് സ്ലോലി പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു കാരണവശാലും ബ്രീത്ത് ഹോൾഡ് ചെയ്യരുത്. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടേയിരിക്കുക. ജസ്റ്റ് 10 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക, ദെൻ ചേഞ്ച് യുവർ ലെഗ്സ്, റിലാക്സ്. നമ്മൾ അടുത്തത് നോക്കുന്നത് ഗ്ലൂട്ട് മസിലിന് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ട്രെച്ചാണ്. കുറെ അധികം ആളുകൾക്ക് ബാക്ക് പെയിൻ, ഗ്ലൂട്ട് പെയിൻ, ഹിപ്പ് പെയിൻ, സയാറിക് പെയിൻ തുടങ്ങിയ പെയിനുകൾ സംഭവിക്കുന്നുണ്ട്. സോ ഇതിൽ നിന്ന് റിക്കവർ ആകാൻ പറ്റിയ അടിപൊളി ഒരു സ്ട്രെച്ചിങ് മെത്തേഡാണ് ഈ ഒരു സ്ട്രെച്ചിങ് മെത്തേഡ്. സോ നമുക്കത് നോക്കാം. ഇതേപോലെ ഫുൾ മാറ്റിൽ ലൈ ഡൗൺ ആയിട്ട് കിടക്കുക. മുട്ട് രണ്ടും ബെൻഡ് ചെയ്ത് വെക്കുക. ഏതെങ്കിലും ഒരു മുട്ട് തിരിച്ചെടുത്ത് ഓപ്പോസിറ്റ് നീയിലേക്ക് വെച്ചു കൊടുക്കുക. അത് ഫുൾ ആയിട്ട് വെക്കരുത്, ജസ്റ്റ് ഒരു ഹാഫ് വെച്ചു കൊടുക്കുക. നിങ്ങൾ സിംഗിൾ ആയിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫ്ലോറിൽ നിന്നും സ്ലോലി നിങ്ങൾ താഴെ ഇരിക്കുന്ന നീ മാക്സിമം ചെസ്റ്റിലേക്ക് വലിച്ചടിപ്പിക്കുക. സോ റൈറ്റ് നൗ നിങ്ങളുടെ ഗ്ലൂട്ട് മസിൽ മാക്സിമം സ്ട്രെച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളൊരു പാർട്ണറെ യൂസ് ചെയ്താണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സൈഡിൽ വരിക, സ്ലോലി നീൽ സപ്പോർട്ട് ചെയ്ത് സ്ലോലി പുഷ് ഡൗൺ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് കണ്ടിന്യൂസ്ലി. റിമെമ്പർ, ഡോണ്ട് സ്റ്റോപ്പ് യുവർ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്, ദെൻ സ്ലോലി റിലാക്സ്.
സോ നമ്മൾ അടുത്തത് നോക്കുന്നത് ഒരു യോഗ പോസ് മെത്തേഡ് ആണ്. ഇത് ആക്ച്വലി ലിറ്റിൽ ഡിഫിക്കൽട്ട് ആണ്, ബട്ട് നിങ്ങളുടെ ഹിപ്പ് മൂവ്മെന്റ് മാക്സിമം സ്ട്രെച്ച് കിട്ടുന്ന ഒരു മൂവ്മെന്റ് ആണിത്. സോ ലെറ്റ്സ് ഗോ. ഇതേപോലെ ഫസ്റ്റ് നീൽ ബെൻഡ് ചെയ്ത് നിൽക്കുക. ദെൻ നിങ്ങളുടെ ഹാൻഡ്സ് രണ്ടും ഫ്ലോറിൽ ടച്ച് ചെയ്യുക. ദെൻ ടേക്ക് യുവർ എനി ലെഗ്, റൈറ്റ് ലെഗ്. ലെറ്റ്സ് ടേക്ക് യുവർ റൈറ്റ് ലെഗ് slowly back. Then take your left leg inside. Then slowly stretch your right leg fully back. So right now you can feel the pain over here on your hip. So just need to try your body over here. It's fully straight. Then slowly go down. So maximum reach ആയിരിക്കണം ഇവിടെ കിട്ടുന്നത്. മാക്സിമം റീച്ച് കിട്ടിയെങ്കിൽ മാത്രമേ ഇവിടെ ഫ്ലെക്സിബിൾ ആവത്തുള്ളൂ. സോ നിങ്ങൾ സിംഗിൾ ആയിട്ട് ചെയ്യുമ്പോൾ ഈ ഒരു സെയിം പൊസിഷനിൽ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് കൂടുതൽ ഫ്ലെക്സിബിലിറ്റി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പാർട്ണറെ യൂസ് ചെയ്ത് സ്ലോലി പുഷ് ഡൗൺ ചെയ്യുക. സോ റൈറ്റ് നൗ നിങ്ങൾക്ക് ഫീൽ ചെയ്യും മാക്സിമം സ്ട്രെച്ചിങ് ഹിയർ. താങ്ക് യു സോ മച്ച്. സീ യു നെക്സ്റ്റ് ടൈം.